ഹലോ ഗായ്സ്, എൻ്റെ പേര് AR ഗെയിമിംഗ് ചെയ്തു. ഇന്ന് നമുക്ക് മൈൻക്രാഫ്റ്റിൽ ഒരു AFK ഫുഡ് ഫാം ഉണ്ടാക്കണം. ഗൈസ്, ഈ AFK ഫുഡ് ഫാം ഉണ്ടാക്കാൻ നമ്മുടെ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐലാൻഡിലാണ്. ഈ നമ്മൾ അയൺ ഫാം, ഗോൾഡ് ഫാം ഒക്കെ ഉണ്ടാക്കിയെടുത്ത് ഗൈസ് നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഈ AFK ഫുഡ് ഫാം ആണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഗൈസ് നമ്മൾ ഐലൻഡിൽ എത്തിയിട്ടുണ്ട്. ഗൈസ്, നമ്മുടെ അയൺ ഫാം ഇങ്ങനെ അല്ലായിരുന്നല്ലോ നേരത്തെ, ഇവിടെ ഇങ്ങനെ കുഴിച്ചിട്ട് അങ്ങനെ ആയിരുന്നല്ലോ. ഗൈസ്, അത് മാറ്റി ഞാൻ ഇങ്ങനെ പണിഞ്ഞിട്ടുണ്ട്. ഇത് ഗൈസ് മുമ്പത്തേക്കാളും കുറച്ചും കൂടെ നല്ല വർക്കിംഗ് ആണ്, നല്ല രീതി അയണൊക്കെ കിട്ടുന്നുണ്ട്. ഗൈസ്, നോണ്ടിരിക്കുന്ന നമ്മുടെ ഗോൾഡ് ഫാം. ഗൈസ്, ഇതാണ് നമ്മുടെ ഐലൻഡ്. ഇവിടുന്ന് കുറച്ച് ഡേർട്ടും കള്ളൊക്കെ ഞാൻ ഇവിടുന്ന് എടുത്ത് മാറ്റി ഗൈസ് കുറച്ച് ക്ലിയർ ആക്കി എടുത്ത്. ഗൈസ്, നമ്മൾ AFK ഫുഡ് ഫാം ഉണ്ടാക്കുന്നതുകൊണ്ട് ഇവിടെ ആയിട്ടാണ്, ഈ ഒരു ഏരിയയിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഈ സാൻഡ് വെച്ച് കണ്ടില്ല, ഈ സാൻഡിൻ്റെ ഇവിടെ നിന്നാണ് നമ്മൾ മേളോട്ടാണ് ഈ ഒരു ഫാം ഉണ്ടാക്കാൻ തീരുമാനിച്ചിരുന്നത്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ കാണും. ഈ ഒരു ഏരിയയിലാണ് നമ്മൾ ഫാം ഉണ്ടാക്കുക. ഫാമിന് വേണ്ട എല്ലാ സാധനവും ഞാൻ നേരത്തെ തന്നെ ഗാദർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഗൈസ്, എല്ലാം ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഞാൻ എല്ലാം നേരത്തെ തന്നെ ഗാദർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗൈസ്, ഫാം ഉണ്ടാക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഗൈസ്. അപ്പം നമുക്കിനി ഫാം ഉണ്ടാക്കാം. ഓക്കെ ഗൈസ്, ഈ സാൻഡ് ഇരിക്കുന്നിടത്ത് ഇത് പൊട്ടിച്ചിട്ട് ഇതുമായിട്ട് കൊബിൾസ് വെക്കുക. ഗൈസ്, ഇപ്പം നമ്മൾ വൈ ലെവൽ 64 നിൽക്കുന്നത്. നമ്മൾ ഇവിടുന്ന് 150 ലെവലോട്ട് പോകണം. വൈ ലെവൽ 150 അങ്ങോട്ട് പോകണം. ഗൈസ്, പോകുന്നതിന് മുമ്പ് ഒരു കാര്യം, ഈ ചെസ്റ്റ് തുറന്നിട്ട് ഇവിടുന്ന് വാട്ടർ ബക്കറ്റ് എടുത്തിട്ട് ഇവിടെ ഒഴിക്കാം ഗൈസ്. ഓക്കെ, വൈ ലെവൽ 150 ഇനിയും പോകാം. വൈ ലെവൽ 150 എത്തിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇവിടുന്ന് ഒരു 5 ബ്ലോക്ക് സൈഡിലോട്ട് മാറാം. 1 2 3 4 5 2 ഇവിടുന്ന് ഇനി 6 ബ്ലോക്ക്. 1 2 3 6. ഓക്കെ ഗൈസ്, ഇനി കണക്ട് ചെയ്യണം ഈ ബ്ലോക്ക് തമ്മിൽ. കണക്ട് ചെയ്യാം. കണക്ട് ചെയ്ത് ഗൈസ്, ഇനി നമുക്കിത് മൊത്തം ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. ബ്ലോക്ക് മൊത്തം ഗൈസ് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഇവിടായിട്ട് 2 ചെസ്റ്റ് പ്ലേസ് ചെയ്യാം. ഇതിൻ്റെ മേളിൽ 2 ഹോപ്പർ വെക്കുക, സൈഡിലും 2 ഹോപ്പർ. ഓക്കെ, ഇനി ഇതിനകത്ത് എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ചെസ്റ്റിനകത്തോട്ട് പോകുമല്ലോ. ഗൈസ് പോകുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഒന്ന് കവർ ചെയ്തെടുക്കാം. ഗൈസ്, ഇവിടെ 2 ഗ്ലാസ് വെക്കുക. ഗൈസ്, മേളോട്ട് കയറാൻ വേണ്ടി നമ്മൾ ലാഡർ വെക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ താഴെ ഗൈസ് വെള്ളം ഒഴിച്ചത്, താഴെ ആടാൻ വേണ്ടിയാണ്. അങ്ങോട്ട് എത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മളിപ്പോൾ 3 ഹൈറ്റ് മേളിലോട്ട് എത്തിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇവിടുന്ന് ഒരു 3 ഹൈറ്റ്, ഇനിയും 3 ഹൈറ്റ് മേലോട്ട് പോകണം. ഇനി മേലോട്ട് കയറണമല്ലോ. ഗൈസ്, ഇനി 3 ഹൈറ്റ് മേലോട്ട് പോകണം. എത്തിയിട്ടുണ്ട് ഗൈസ്. ഇവിടുന്ന് നമുക്ക് ഇനി ഒരു 9 ബ്ലോക്ക് അങ്ങോട്ട് പോകണം. പോകാം ഗൈസ്. 1 2 3 4 7 8 9 2 3 4 5 6 7 8 9 7 8 9. ഓക്കെ ഗൈസ്, എല്ലാ സൈഡിൽ നിന്ന് അങ്ങോട്ടും പോയിട്ടുണ്ട്. നമുക്കിതെല്ലാം കണക്ട് ചെയ്യണം ഗൈസ്. അതും ഇതുമായിട്ട് നമുക്ക് എല്ലാം കൂടെ കണക്ട് ചെയ്തെടുക്കാം. ഗൈസ്, അങ്ങനെ എല്ലാം കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി മൊത്തം ഫില്ല് ചെയ്യാം, ബ്ലോക്ക് മൊത്തം വെച്ച്. കംപ്ലീറ്റ് അങ്ങനെ ബ്ലോക്ക് വെച്ചിട്ടുണ്ട്. ഇനിയും ഗൈസ്, ഇവിടെ അറ്റത്തോട്ട് വന്നിട്ട് നമ്മളിങ്ങനെ സ്റ്റെയർ വെക്കണം. ഇവിടെ ഈ അറ്റത്തോട്ട ബ്ലോക്കിൽ ഇങ്ങനെ മൊത്തം നമുക്ക് ഫില്ല് ചെയ്യാം. ഓക്കെ, സ്റ്റെയർ വെച്ച് ഗൈസ് അങ്ങനെ സ്റ്റെയർ മൊത്തം നമ്മൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കിലോട്ട് വരണം. ഈ സ്റ്റെയറിൻ്റെ ബാക്കിലോട്ട് പോലെ ഈ ബാക്കിലോട്ട് നമ്മൾ വന്നിട്ട് ഒരു 3 ബ്ലോക്ക് ഇങ്ങനെ വെക്കണം. 3 ബ്ലോക്ക് ഇങ്ങനെ വെക്കണം. 3 ബ്ലോക്ക് നമ്മൾ മൊത്തം അടുത്ത് ഫില്ല് ചെയ്തെടുക്കണം. ഓക്കെ,
ഗൈസ് അങ്ങനെ ബ്ലോക്ക് മൊത്തം ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഗൈസ് ഇനി ഇതിൻ്റെ അറ്റത്തോട്ട് വന്നിട്ട് ഇവിടെ ആയിട്ട് ഇങ്ങനെ ബ്ലോക്ക് നമ്മൾ വെക്കണം. ഇവിടെ ആയിട്ട് ഇങ്ങനെ ബ്ലോക്ക് മൊത്തം നമുക്ക് വെക്കാം. ഗൈസ് അങ്ങനെ മൊത്തം നമ്മൾ സൈഡിൽ മൊത്തം ബ്ലോക്ക് വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഈ വെച്ച ബ്ലോക്കിൻ്റെ മേളിലായിട്ട് നമ്മൾ ഇനി സ്റ്റെയർ വെക്കണം. ഇതിൻ്റെ മേളിൽ നമുക്ക് ഇനി സ്റ്റെയർ ആക്കാം. ഓക്കെ, ഗൈസ് അങ്ങനെ മൊത്തം നമ്മൾ സ്റ്റെയർ എടുത്ത് വെച്ചിട്ടുണ്ട്. മൊത്തം നമ്മളെടുത്ത് സ്റ്റെയർ വെച്ചു. ഗൈസ് നമുക്ക് ഇനി ഇതിൻ്റെ ഇവിടെ ആയിട്ട് വെള്ളം ഒഴിക്കണം. ഇനി ഓരോ സ്റ്റെയറിലും നമ്മൾ വെള്ളം ഒഴിക്കണം. അത് നല്ല സമയം എടുക്കുന്ന പരിപാടിയാണ്. ഗൈസ് അതിന് മുമ്പായിട്ട് നമ്മൾ ഇവിടെ സൈഡിൽ ഒരു വാട്ടർ സിസ്റ്റം ഉണ്ടാക്കിയെടുക്കണം. വാട്ടർ ലോഗ് നമ്മൾ ചെയ്തെടുക്കണം. ഗൈസ് ഇനി നമ്മൾ ഇവിടുന്ന് നടുക്കുന്ന് വെള്ളം എടുത്തിട്ട് ഓരോ സ്റ്റെയറിലും നമ്മൾ ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ ഈ മേളിൽ ഇരിക്കുന്ന എല്ലാ സ്റ്റെയറിലും നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഈ ഒരു ഹോള് നമ്മളൊന്ന് അടയ്ക്കണം. ഇവിടെ ഒന്ന് അടച്ചെടുക്കാം. ഞാൻ താഴെ പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഇവിടുന്ന് വെള്ളം എടുക്കുക. നമ്മളിനി ഇവിടെ ആയിട്ട് സ്റ്റെയർ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഗൈസ് ഇനി അത് മൊത്തം നമുക്ക് ചെയ്തെടുക്കാം. ഗൈസ് എല്ലായിടത്തും അങ്ങനെ വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് ഗൈസ്. പക്ഷേ ഇവിടെ ചെറിയ പ്രശ്നം പറ്റി. കാരണം ഇവിടെ വരെ വെള്ളം വരുന്നില്ലായിരുന്നു. ഞാൻ ഇപ്പോൾ ചെറിയൊരു പണി ചെയ്ത് ഇവിടെ കുറച്ച് സൈനിങ് ബോർഡൊക്കെ വെച്ചിട്ട് ഇവിടുത്തെ ഒരു ബ്ലോക്കും കൂടെ പൊട്ടിച്ച് കളഞ്ഞ്. അപ്പോൾ ഇവിടെ വരെ വെള്ളം വരുന്നുണ്ട്. ഇപ്പോൾ ഒരു പ്രശ്നമില്ല ഗൈസ്. അപ്പോൾ എല്ലായിടത്തും നമ്മൾ വെള്ളം വെച്ച് നടത്തിച്ചിട്ടുണ്ട് ഗൈസ്. ഇനിയാണ് ശരിക്കും ഫാമിൻ്റെ പണി തുടങ്ങുന്നത് ഗൈസ്. ഇനി നമ്മൾ ഈ ഒരു കുഴി കണ്ടോ നിങ്ങൾ, ഈ വെള്ളം വരുന്നതിൻ്റെ അവിടെ ആയിട്ട് നമ്മൾ ഡേർട്ട് വെക്കണം. ഞാൻ ഡേർട്ട് എടുത്തില്ല ഗൈസ്. അത് ഞാൻ ഡേർട്ട് എടുത്തിട്ടുണ്ട് വരട്ടെ. ഓക്കെ ഗൈസ്, ഡേർട്ട് എടുത്തിട്ടുണ്ട് ഗൈസ്. ഇവിടെ ആയിട്ട് ഒരു കൊബിൾസ്റ്റോൺ വെക്കുക. ഇനി ഒരു 4 ബ്ലോക്ക് മേലോട്ട് പോകണം. 1 2 3 4. ഇനിയും അടുത്ത ബ്ലോക്ക് നമ്മൾ ഡേർട്ട് വെക്കണം. എന്നിട്ട് ഇവിടുന്ന് അങ്ങ് വരെ ഇതേ ഏരിയ വെക്കണം ഡേർട്ട്. ഓക്കെ ഗൈസ്, ഈ ഡേർട്ട് എന്ന് പറയുമ്പോൾ ഗ്രാസ് ആണ്. നമ്മൾ ഗ്രാസ് ഉൾപ്പെടെ ഉള്ളതാണ് എടുക്കേണ്ടത്. എനിക്കിത് സിൽക്ക് ഡച്ചിൻ്റെ ഷവൽ ഉപയോഗിച്ച് ഞാൻ എടുത്തതാണ്. സാധാ ഡേർട്ട് ഉപയോഗിച്ചാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് ഗ്രാസ് വരണം. അതിന് നിങ്ങൾ ഒരു ഗ്രാസ് ഡേർട്ടെങ്കിലും അവിടെ വെച്ചാൽ അത് മൊത്തം ഗ്രാസ് ആകത്തുള്ളൂ. ഇപ്പോൾ ഞാൻ മൊത്തം ഗ്രാസ് ഡേർട്ട് ആണ് സിൽക്ക് ഡച്ച് കൊണ്ട് ഷവൽ കൊണ്ട് ഞാൻ എല്ലാം ഗ്രാസിൻ്റെ ആണ് എടുത്തത്. അതുകൊണ്ട് കുഴപ്പമില്ല ഗൈസ്. അങ്ങനെ ഗ്രാസ് മൊത്തം ഇങ്ങനെ നമ്മൾ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി ഇവിടുന്ന് 2 ബ്ലോക്ക് ഗ്യാപ്പ് ഗൈസ്. ഇവിടുന്ന് 2 ബ്ലോക്ക് ഗ്യാപ്പ് ഇട്ടിട്ട് ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് ഡേർട്ട് അങ്ങോട്ട് ആക്കാം. ഗൈസ് ഇതുപോലെ ഇവിടെ ഇങ്ങനെ ചെയ്തെടുക്കണം ഗൈസ്. അങ്ങനെ 2 ബ്ലോക്ക് വിട്ടിട്ട് ഗ്രാസ് അങ്ങനെ വെച്ചിട്ടുണ്ട് ഗൈസ്. ഇനി ഇവിടെ തിരിച്ചങ്ങനെ ചെയ്യണം. ഇവിടെ ആയിട്ട് ഇനി ഇങ്ങനെയല്ല ചെയ്തെടുത്തത്, ഇനി ഇങ്ങോട്ട് ചെയ്തെടുക്കണം. ഇത് ഇവിടുന്ന് 2 ബ്ലോക്ക് ഗ്യാപ്പ് ഇട്ടിട്ട് ഇവിടെ ആയിട്ട് ഇങ്ങനെ ഡേർട്ട് വെക്കണം. ഓക്കെ ഇതുപോലെ ഇനി അവിടെ എല്ലായിടത്തും ഇങ്ങനെ ചെയ്തെടുക്കണം ഗൈസ്. അങ്ങനെ ഈ രീതിയിൽ അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ 4 ബ്ലോക്ക് ഗ്യാപ്പ് ഇങ്ങനെ വെച്ചെടുത്തിട്ടുണ്ട്. 4 ബ്ലോക്ക് ഇങ്ങനെ ഗ്യാപ്പ് വരണം. എന്നിട്ട് ഈ 4 ബ്ലോക്കിൻ്റെ ഗ്യാപ്പിൻ്റെ അവിടെ ആയിട്ട് ഇങ്ങനെ ട്രാപ്പ് ഡോർ ഇങ്ങനെ വെക്കണം. ഇവിടെ ഇങ്ങനെ വെക്കണം, ഇവിടെ ഇങ്ങനെ വെക്കണം. എന്നിട്ട് ഇത് തുറന്നു കൊടുക്കണം. ഓക്കെ അങ്ങനെ ഇവിടെ മൊത്തം അങ്ങനെ ചെയ്തെടുക്കണം. ഓക്കെ എല്ലായിടത്തും ട്രാപ്പ് ഡോർ വെച്ചിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്കിനി ടോർച്ചും കൂടെ വെക്കണം. അതിനി ഒരു ബ്ലോക്ക് ഇവിടെ വെച്ചിട്ട് ഒരു ബ്ലോക്ക് സ്കിപ്പ് അടിച്ചിട്ട് ഇവിടെ ഒരു ബ്ലോക്ക് ഇങ്ങനെ നമ്മൾ എല്ലായിടത്തും ടോർച്ച് വെക്കണം. ഓക്കെ ഗൈസ്, അങ്ങനെ എല്ലായിടത്തും അങ്ങനെ ടോർച്ചും വെച്ചു, ട്രാപ്പ് ഡോറും വെച്ചിട്ടുണ്ട് ഗൈസ്. ഇത് ഒരു ലെയറാണ് ഗൈസ് ഇത്. ഇനി ഇതുപോലൊരു 3 ലെയറും കൂടെ നമുക്കിനി മേളിട്ട് ഉണ്ടാക്കാനുണ്ട് ഗൈസ്. അത് ഉണ്ടാക്കിയിട്ട് നമുക്കിനി കാണാം. ഓക്കെ ഗൈസ്, അങ്ങനെ 4 ലെയർ ഞാൻ കുറേ നേരം എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ട്രാപ്പ് ഡോറും വെച്ചിട്ടുണ്ട് ഗൈസ്. 4 ലെയറും കംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. ഇനി ഇവിടുന്ന് ഇതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കണം. ഇവിടുന്ന് ഒരു ഞാൻ തോന്നുന്നു ഗൈസ് ഇമാജിനേഷനിൽ ഇതായിരിക്കും അങ്ങോട്ടേക്ക് ഇടുന്നാൽ ഗൈസ്. ഇവിടുന്ന് ഒരു 10 ബ്ലോക്ക് കൂടെ മുന്നോട്ട് പോകണം. 1 2 3 4 10 യെസ് ഗൈസ്, 10 ബ്ലോക്ക് അതിലുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്യാം. നമ്മുടെ ഇത് AFK ഏരിയ ആണ്. ഇവിടെ നിന്ന് നമുക്ക് AFK ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ നിൽക്കാം ഗൈസ്. ഒരു കവർ ചെയ്യാനൊരു ഏരിയ സെറ്റ് ചെയ്യാം ഗൈസ്. സംഭവം വർക്കിംഗ് ആണ്. വേണ്ട കവും ഷീപ്പൊക്കെ വേണ്ട താഴോട്ട് വീഴുന്നുണ്ട്. വേണ്ട ഗൈസ് വീഴുന്നുണ്ട്. പക്ഷേ ഇത് കംപ്ലീറ്റ്ലി വർക്ക് ആക്കണമെങ്കിൽ ഒരു സംഭവമുണ്ട്. എൻ്റെ ബെഡൊക്കെ ഇവിടുന്ന് പൊട്ടിച്ചെടുത്തിട്ട് ഇതായിട്ട് പോയി.
ഗൈസ് ഇനി ഇവിടുന്ന് ഇതെല്ലാം ഈ ബ്ലോക്കൊക്കെ ഒന്ന് പൊട്ടിക്കട്ടെ. ഞാൻ ഏതെങ്കിലും ഈ ബ്ലോക്കൊക്കെ അങ്ങ് പൊട്ടിക്കാം. അയ്യോ 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 ഞാൻ താഴെ വീണു. ഇനി വന്നേ മോൻ. ഞാനൊന്ന് നിങ്ങളുടെ മേളിൽ കയറിയിട്ട് എല്ലാം ക്ലിയർ ആണല്ലോ, നോ പ്രോബ്ലം. ഇവിടെ ഡേർട്ടിരിക്കുന്നുണ്ട്. എന്താ പറഞ്ഞത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കണ്ടോ ഗൈസിന് താഴെ ഇറങ്ങാം. ഗൈസ് സംഭവം വർക്കിംഗ് ആണ്. താണ്ടാടാ ഇത് എൻ്റെ കൈ കൊണ്ട് വയ്ക്കാം. മൂട്ടിട്ടുണ്ട്, ഇവിടെ മുട്ടിച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഗ്ലാസ്സിൽ നിന്ന് കാണാം ഗൈസ്. ഇല്ല ഗൈസ്, ഇനി ക്യാമ്പ് ഫയർ കൂടെ വെക്കാം. അതും കൂടെ വെക്കാം. താഴോട്ട് ക്യാമ്പ് ഫയർ മാറണമെങ്കിൽ പോട്ടെ. ഇനി കൊണ്ടുകയറാം. ഇനി 4 ക്യാമ്പ് ഫയർ ഇവിടെ ആയിട്ട് ഇങ്ങനെ വെക്കാം. അതും വെച്ചിട്ടുണ്ട് ഗൈസ്. താഴോട്ടിറങ്ങാം. അങ്ങനെ ക്യാമ്പ് ഫയറും വെച്ചിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇനി ഇവിടുന്ന് നമ്മൾ മുമ്പ് ഉണ്ടാക്കിയ ആ ഏരിയയിലോട്ട് നമുക്ക് ഇവിടുന്ന് ഒന്ന് ബ്രിഡ്ജ് ചെയ്ത് പോകണം. ബ്രിഡ്ജ് മീൻസ് ഇവിടുന്ന് സ്റ്റെപ്പ് പോലെ ഉണ്ടാക്കിയെടുക്കണം അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി. ഒന്ന് ചെയ്തെടുക്കാം. ഡോറും കൂടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് AFK നിൽക്കാം ഗൈസ്. ഇതിനകത്ത് കുറച്ച് നേരം AFK നിൽക്കാം. വാതിലടയ്ക്കുന്നില്ല ഗൈസ്. ഞാൻ ഇപ്പോൾ ഇവിടെ തന്നെ നിൽക്കുകയാണ്. നൈറ്റ് ആകുമ്പോൾ മാത്രം വാതിലടയ്ക്കാം. നൈറ്റ് കഴിഞ്ഞത് വല്ലതും വർക്കാകത്തില്ല ആണ് തോന്നുന്നത് ഗൈസ്. ഒരു പിക്ക് അല്ലേ ഇതായിട്ട് ഇത് വർക്കിംഗ് ആണ് ഗൈസ്. നല്ല വർക്കിംഗ് ആണ് ഫാം. കുറച്ചേരം ഇവിടെ AFK നിൽക്കും ഗൈസ്. ഗൈസ് അങ്ങനെ ഇവിടെ 5 മിനിറ്റ് ഇവിടെ നിന്നിട്ടുണ്ട്. ജസ്റ്റ് തുറന്ന് നോക്കാം ഗൈസ്, ലൂട്ടൊക്കെ എത്ര വീണിട്ടുണ്ടെന്ന്. വർക്കിംഗ് ആണ് ഗൈസ്. നല്ല രീതിയിൽ വർക്കിംഗ് ആണ്. 14 ലെതറൊക്കെ കിട്ടി ഗൈസ്. 14 ലെതർ കിട്ടി ഗൈസ്. ഇനി ലെതർ അന്വേഷിച്ച് വേറെ അങ്ങ് പോകണ്ട. ഈ ചെസ്റ്റ് തുറന്നാൽ മാത്രം മതി, ലെതറൊക്കെ കിട്ടും. ഓക്കെ, അങ്ങനെ ഗൈസ് നല്ല വർക്കിംഗ് ആണ് ഫാം ഗൈസ്. അങ്ങനെ AFK ഫുഡ് ഫാം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത ലെറ്റ്സ് പ്ലേ വീഡിയോ കാണാം. ബൈ.